ശബരിമലയിലാകട്ടെ അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറഞ്ഞിട്ടുണ്ട്. അവധി ദിനമായ ഇന്നലെയും ഇന്നും ഇതുവരെ വളരെ കുറച്ച് അയ്യപ്പ ഭക്തർ മാത്രമാണ് സന്നിധാനത്തേക്ക് ദർശനത്തിനെത്തിയത് എന്നാണ് റിപ്പോർട്ട്. രാവിലെ നട തുറന്ന ശേഷം ദർശനത്തിനെത്തിയ അയ്യപ്പ ഭക്തരുടെ എണ്ണം 4000-ആണ്. അതേസമയം മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് തുടരുന്നുണ്ട്. രജിത്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജിത്ത്, അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവധി ദിവസങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഒരു തിരക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതിന് പകരമായി 4000-ത്തിലധികം അയ്യപ്പ ഭക്തർ മാത്രമേ എത്തിയിട്ടുള്ളൂ എന്നാണ് കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ശബരിമലയിൽ നിന്നുള്ള വിശേഷങ്ങൾ? ശബരിമലയിൽ അവധി ദിനമായിരുന്നിട്ടും അയ്യപ്പ ഭക്തരുടെ തിരക്ക് വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെയും ഇന്നുമായി അയ്യപ്പ ഭക്തർ വളരെ കുറച്ച് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ ശബരിമലയിൽ ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം ഇപ്പോൾ 18-ാം പടിയിൽ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് അയ്യപ്പന്മാരുമായി സംസാരിച്ചതിന് ശേഷം മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം രാവിലെ തന്നെ ഇവിടെ എത്തി ദർശനം നടത്തിയിരിക്കുന്നു. ഇനി ശബരിമലയിലെ തിരക്കിലേക്ക് പോവുകയാണെങ്കിൽ തിരക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇന്നലെ മാത്രം ഏകദേശം 71,000-ഓളം അയ്യപ്പ ഭക്തർ മാത്രമാണ് ശബരിമലയിൽ 11 മണി വരെ ദർശനം നടത്തിയത്. അത് വളരെ കുറവാണ്. കാരണം ഇതുവരെ ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം വളരെ കുറവ് മാത്രം അയ്യപ്പ ഭക്തർ ദർശനം നടത്തിയ ഒരു ദിവസമാണ് ഇന്നലെ എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടതുണ്ട്. 71,000-ഓളം അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇന്നലെ ദർശനത്തിനെത്തിയത്. കാരണം നമുക്കറിയാം വെർച്വൽ ക്യൂ വഴി 70,000 പേരെ മാത്രമാണ് സാധാരണ രീതിയിൽ ദർശനത്തിനെത്തുന്നത്. അതിനുശേഷം 5,000 പേർ അല്ലാതെയും സ്പോട്ട് ബുക്കിംഗ് വഴിയും ദർശനത്തിനെത്തുന്ന ഒരു കണക്കുകൾ നിൽക്കുമ്പോഴാണ് ഇന്നലെ മാത്രം 71,000-ഓളം അയ്യപ്പ ഭക്തർ മാത്രം ദർശനം നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇന്നും അയ്യപ്പ ഭക്തരുടെ വരവ് കുറവാണ് എന്നത് തന്നെയാണ്. രാവിലത്തെ കണക്കുകൾ, അത് ആദ്യ കണക്കുകളായിരുന്നു 4000 എന്നത്. ഇന്നിപ്പോൾ അതിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 10,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇതുവരെ നട തുറന്ന് 3 മണിക്ക് നട തുറന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ പറയുന്ന 7:30 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുകയാണെങ്കിൽ 10,000-ന് മുകളിൽ അയ്യപ്പ ഭക്തർ മാത്രമാണ് ദർശനം നടത്തിയത്. ദൃശ്യങ്ങളിൽ കാണാം 18-ാം പടി കയറി വരുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം വളരെ കുറവാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓരോരുത്തരായി പടി കയറി വന്ന് തൊഴുതു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. അത് വളരെ വിരളമായി മാത്രമാണ് ശബരിമലയിൽ നമുക്ക് ഇത്തരമൊരു കാഴ്ച കാണാൻ കഴിയുക. ആദ്യ ദിനങ്ങളിൽ ഉണ്ടായിരുന്ന ശനി ഞായർ ദിവസങ്ങളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ശനിയിലും ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്. ഈ 2 ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമുക്ക് വീണ്ടും ശബരിമലയിൽ നിന്ന് കാണാൻ കഴിയുന്നു. അയ്യപ്പ ഭക്തരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു പക്ഷേ ഉച്ചയ്ക്ക് ശേഷം അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിലേക്ക് വളരെ വർധനവ് ഉണ്ടാകാനുള്ളൊരു സാധ്യത കൂടി ഉണ്ട്. കാരണം മകരവിളക്കിന് ഇനി ഏതാനും ദിവസങ്ങൾ 2 ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഒരുക്കങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്നലെ തന്നെ ADM അരുൺ നേതൃത്വത്തിലുള്ള സംഘം വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപനങ്ങളൊക്കെ വിലയിരുത്തുകയും ചെയ്തിരുന്നു. തുടർന്നും എല്ലാ നടപടികളും ശബരിമലയിൽ എല്ലാ ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ദിവസം മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് ദേവസ്വം ബോർഡും അറിയിക്കുന്നുണ്ട്. ഇത് തന്നെയായാലും അതിൻ്റെ മുന്നോടിയായി തന്നെ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിൻ്റെ മുന്നോടിയായി തന്നെയാണ് എരുമേലിയിൽ അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങളുടെ പേട്ടതുള്ളൽ ഇന്ന് നടക്കുന്നത്. ആദ്യം അമ്പലപ്പുഴ സംഘത്തിൻ്റെയും പിന്നീട് ആലങ്ങാട് സംഘത്തിൻ്റെയും പേട്ടതുള്ളൽ എരുമേലിയിൽ നടക്കും. തുടർന്ന് അവർ കാനനപാത വഴി തന്നെയാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ തുടർന്ന് മകരവിളക്ക് ദർശിച്ച ശേഷമായിരിക്കും ഇവരും തിരികെ മടങ്ങുക. എന്തുതന്നെയായാലും അത് ആചാരപരമായി തന്നെ നടക്കുന്ന ചടങ്ങാണ് എരുമേലിയിൽ നടക്കുന്നത്. അത് തുടർന്ന് ശബരിമലയിലേക്ക് എത്തുന്ന സംഘം മകരവിളക്ക് ദർശിച്ച ശേഷം ശബരിമലയിൽ ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് വളരെ സുഗമമായി കണ്ണിറയെ അയ്യപ്പനെ കണ്ട് മടങ്ങുകയും ചെയ്യാം. രജിത്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.